ഈ വേദിയിൽ നമ്മളോടൊപ്പം സുരേഷനൊപ്പം വേദി പങ്കിടുന്നത് റിട്ടയർഡ് ഡിവൈഎസ്പി ശ്രീ രാമേന്ദ്രൻ സാറാണ്. രാമേന്ദ്രൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ചേട്ടൻ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ജസ്റ്റിൻ ചേട്ടനെ സ്വാഗതം ചെയ്തിരുന്നു. ഏരിയ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ സുരേഷനെ ഷോളണിച്ച് സ്വീകരിക്കുന്നു. പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കേണ്ടത്. വ്യക്തിപരമായ കാര്യങ്ങളല്ല നമ്മൾ പ്രയോറിറ്റി ഇവിടെ കൊടുക്കുന്നത്. പൊതുവായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന പൊതുവായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ST കോഫി ടൈമില് നമ്മൾ സംവദിക്കേണ്ട സുരേഷനായിട്ട്. അപ്പൊ ഈ പരിപാടിയിലേക്ക് സുരേഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സുരേഷ് മറ്റു കാര്യങ്ങൾ നമ്മളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ചേട്ടനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ, സുരേഷനെ സംവദിക്കാനുള്ള കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പേര് വിളിക്കുന്നില്ല, എല്ലാവരും അവരവരുടേതായ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് സംസാരിക്കേണ്ടത്. അപ്പോ അതിനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. നല്ലൊരു സുദിനമാണത്. എനിക്ക് സ്റ്റീവ് സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ വർഷങ്ങളായിട്ട് അമ്പലങ്ങൾ നന്ദകുമാർ നമ്മുടെ അമ്പലങ്ങളിൽ ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് അറിയാം, രാഷ്ട്രീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കിത് ഒന്ന് നമ്മൾ നോക്കണ്ടോ, വിശ്വാസികൾക്ക് ഇതിന് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടണം. ഒരു തരത്തിലുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും പല കോടതി വിധികളുണ്ട്. പക്ഷെ ക്ഷേത്രങ്ങളെ നമുക്ക് ഹൈന്ദവ വിശ്വാസികൾക്ക്, നല്ല വിശ്വാസികൾക്ക് തിരിച്ചു കൊടുക്കണം. അതിനു വേണ്ടി നല്ലൊരു സമ്മർദ്ദം ചെലുത്തണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. താങ്ക് യു. ഇത് രാജ്യ വ്യാപകമായിട്ട് ഒരുപക്ഷെ പ്രതിപാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആഴത്തിൽ ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭയാശങ്കകൾ അതിലേക്ക് തന്നെയാണ് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നത്. അതപ്പം നടക്കുന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അവിടെ വന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനൊരു ദർശന സൗഖ്യം എന്ന് പറഞ്ഞാൽ ആയമ്മ കഴിഞ്ഞ മെയ് ജൂൺ മാസം പാർലമെന്റ് കഴിഞ്ഞ വരാന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഇരുന്നിരുന്നത്. ആ സമയത്താണ് നമുക്ക് പഹൽഗാമിലും അതുപോലെ അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ മുക്ത വന്നപ്പോൾ സുപ്രീം കമാൻഡർ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു പരിപാടി തുടങ്ങി ഇറങ്ങേണ്ടതില്ല, 4 ദിവസത്തേക്ക് എന്ന് നിശ്ചയിച്ച് മാറ്റി വെക്കുന്നതും ഇപ്പോൾ വന്നപ്പോൾ അതിന് രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്ന് പറയുന്ന പക്ഷം വലുതായി. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സർക്കാരിന്റെ എക്സ്റ്റെൻഡബിൾ എന്നൊരു യാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാവുന്ന ഒരു അസസ്മെന്റ്, ഇവാലുവേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടുകൂടി എല്ലാവർക്കും തുല്യത, ന്യായം ഇതെല്ലാം സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വലിയൊരു പാരമ്പര്യം ഈ 2014 തുടങ്ങിയ ഭരണയന്ത്രത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഒരുപക്ഷെ 60 വർഷക്കാലമായിട്ടെങ്കിലും ഭാരതീയർ ആഗ്രഹിച്ചിരുന്ന ദിശയിൽ ഗവർണൻസ് കൊണ്ടുപോകുന്നതിനുള്ള നിയമനിർമ്മാണം, അതിന്റെ എതിരെ വന്ന ശക്തമായ എതിരൊലികളെ മുഴുവൻ നിയമപരമായി തന്നെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് മുന്നേറുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മുത്തലാഖ് വിഷയത്തിലായാലും ശരി തന്നെ ഇപ്പോ സാധ്യമായിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങൾ നടന്നെങ്കിലും ജനപക്ഷത്തേക്ക് ഒരു ഉന്നത നീതി മന്ദിരത്തിൽ അല്ലെങ്കിൽ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് നിയമങ്ങൾ ഇനി
അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് 2016 ഒരുപക്ഷെ സത്യപാൽ സിംഗ് അത് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഹിന്ദു വിശ്വാസ കേന്ദ്രങ്ങളുണ്ട്, പ്രധാനമായും ക്ഷേത്രങ്ങൾ, മത പഠന കേന്ദ്രങ്ങൾ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം രാഷ്ട്രീയക്കാരിൽ നിന്നും സർക്കാരുകളിൽ നിന്നും മോചനം എന്ന് പറയുന്ന ഒരു നീക്കം പാർലമെന്റിന്റെ ഉള്ളറകളിലും അതിന്റെ ലോബീസിലും സെൻട്രൽ ഹാളിലും ചർച്ച ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ സത്യപാൽ സിംഗ് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം IPS ഓഫീസറാണ്, മഹാരാഷ്ട്രയിലെ DGP ആയി റിട്ടയർ ചെയ്ത് വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യസഭാ അംഗമായി മന്ത്രിയായി HRD MOS ആയി. അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് കൊടുത്ത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ അംഗീകരിച്ച് ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പീരീഡ് കഴിഞ്ഞു അതിപ്പോൾ അവിടെ സ്റ്റാൻഡിലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ തലേന്നോ അന്നോ അമിത്ഷാജിയുടെ ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ചർച്ചയിലെ മറുപടി പ്രസംഗം രാജ്യസഭയിൽ നടത്തിയത് ബഹുമാന്യനായ പ്രധാനമന്ത്രിയല്ല, ഹോം മിനിസ്റ്ററാണ് അമിത്ഷാജിയുടെ. അദ്ദേഹത്തിന്റെ ക്ലോസിംഗ് ലൈൻസ് ഒരു ക്ലസ്റ്റർ അതിൽ പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ജരൂറായത് ഏകീകൃത നിയമം വരും, ശുരുവാത് അതിന്റെ തുടക്കം ഞങ്ങൾ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ഷേത്രം അടക്കമുണ്ട്. ഒരു ഇലക്ഷൻ വരാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോ അങ്ങനെയുള്ള ഒരു വൈകാരികതയ്ക്ക് വലിയ മര്യാദ നൽകുന്ന ഒരു ഉത്തരം നൽകാൻ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നെ അനുവദിക്കുന്നുണ്ട്. അത് പാർലമെന്റിൽ വരാൻ പോകുന്ന നിയമങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ശുദ്ധമായ അറിവ് കിട്ടിയത് കൊണ്ട് ഒരുപക്ഷെ എൻ്റെ ഉത്തരത്തിനേക്കാൾ വലിയ യോഗ്യമായ ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനമല്ല, നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ സാധിക്കും. നമസ്കാരം, ഞാൻ ഈ ഡിവിഷൻ തന്നെയാണ്, ദുർക്കര രാജ്യം. എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാലുവരിപ്പാത നമ്മുടെ പട വരെ കറക്റ്റ് സ്ട്രെയിറ്റ് റോഡാണ്. അതും അതുപോലെ 40 കൊല്ലം നമ്മുടെ ഹെഡ് റോഡിലെ ആ ഒരു ഇഷ്യൂ എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ സങ്കടം കൊണ്ട് പറഞ്ഞു പോണതാണ്. പറ്റാണെങ്കിൽ ഇതിലൊക്കെയാണ് നമുക്ക് വലിയൊരു മോഹം, ആഗ്രഹം. എനിക്കവിടെ ഞാൻ SG കോഫി ടൈംസ് എന്ന് പറയുന്നതിൽ പണ്ട് ഞാനതിന്റെ ഒരു 56 എഡിഷൻ നടത്തിയതാണ്. 2022-23 കാലഘട്ടത്തിൽ 56 എഡിഷനാണ് SG കോഫി ടൈംസ് നടത്തിയത്. അപ്പോ അത് ഒരു ഇടത്തട്ട് മേലേത്തട്ട് വിഭാഗങ്ങളുമായിട്ടുള്ള മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അത് നമ്മൾ ഫോക്കസ് ചെയ്തത്. പക്ഷെ അത് കരുത്തിലേക്ക് വന്നപ്പോൾ അടിത്തട്ട് വിഭാഗത്തിന്റെ അപര്യാപ്തതകൾ, അനിവാര്യതകൾ 40-50 വർഷമായിട്ട് മര്യാദകളിലേക്ക് മുക്കിക്കളഞ്ഞ ഒരു സംവിധാനത്തിനെതിരെയുള്ള മുറവിളിയാണ് അവിടെ കേട്ടത്. അതിന് ഞാൻ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് രാഷ്ട്രീയം പറയേണ്ടി വന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞത് വലിയ ബോധവൽക്കരണമാണ് എന്ന് പറയുന്ന ഭയപ്പാടാണ് ഇന്നും പ്രജ എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ എടുത്തിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂലി തല്ലുകാരെയും കൂലി എഴുത്തുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും സബ്സ്റ്റാൻഷ്യൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ നിലനിന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇത് പ്രൊജക്ട് ചെയ്യാനേ അല്ല, ഒരിക്കലുമല്ല. എനിക്ക് നല്ല ബോധ്യമാണ്. പക്ഷെ അതിനും അവരോട് നന്ദിയുണ്ട്. കാരണം ജനങ്ങൾക്ക് ജനത്തിന് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ വളത്തിലാണ് ഞാൻ എന്നും വളർന്നിട്ടുള്ളത്. ആ വളം അവര് വിപുലമാക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് കൂടുതൽ വളർച്ച ആവശ്യമാണ്. കാരണം ജനതയ്ക്ക് പ്രജകളാണ് രാജാക്കന്മാർ. ആ പ്രജ രാജ്യത്തിനും പ്രജ രാജാക്കന്മാർക്കും വേണ്ടി എനിക്ക്
കൂടുതൽ വളർന്നേ മതിയാവും, എൻ്റെ പ്രസ്ഥാനത്തിന് ആ വളർച്ച ഇന്ധനം പകർന്ന് നൽകണമെന്ന് പറയുന്ന അതീതമായ ആഗ്രഹവും പ്രാർത്ഥനയും ആത്മാർത്ഥമായ പ്രവർത്തനവും തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പറഞ്ഞ റോഡിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരല്പം കൂടെ സമയം തരും. നമുക്കിവിടെ ഈ പറയുന്ന പഴയ 47, 17 ഇതിനൊക്കെ സ്ഥലമെടുത്ത് നൽകേണ്ടത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിൽ സംസ്ഥാന സർക്കാരാണ്. എത്രയാണ് കൊടുത്തതെന്ന് പാർലമെന്റിൽ വിളിച്ച് പറഞ്ഞതിന് മറുപടി അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ വീമ്പുണ്ട്. അവിടെ അതിന് ഒരാളും 19 പേരും ഇന്ന് വരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. നിതിൻ ഗഡ്കരിജി പറഞ്ഞതിനായാലും അശ്വിനി വൈഷ്ണവ് പറഞ്ഞതിനായാലും മറുപടി ഇന്ന് വരെ പാർലമെന്റിൽ കൊടുത്തിട്ടില്ല. വിരലും ചുരുട്ടിയിട്ടില്ല, മുഷ്ടിയും ചുരുട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ വീണ്ടും നമ്മൾ കേൾക്കുന്നത് ഫ്ലക്സുകൾ കാണുന്നത്. പക്ഷെ അതൊന്നും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമല്ല, ജനങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ തൃശൂർ മണ്ണുത്തിയിൽ നിന്ന് ഗുരുവായൂരില് ഒരുപക്ഷെ കുന്നമേന്റേഴ്സ് ഈ വരുന്ന മാർച്ചിൽ തീർത്ത് പണിമുത്തി പൊയ്ക്കോണമെന്നാണ്. പക്ഷേ അവര് തന്നെ മഴ കുറ്റം പറഞ്ഞു, ഇവിടെ മണ്ണെടുപ്പ് പ്രശ്നങ്ങൾ, സ്ഥലം സർക്കാർ വാങ്ങിച്ചു കൊടുക്കാനിട്ട് എന്ന് നിതിൻ ഗഡ്കരിയുടെ മിനിസ്ട്രിയാണ് ആ സ്ഥലവും കൂടി പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് ഒരു കിലോമീറ്ററിന് 100 കോടിയാവുന്നത്. തമിഴ്നാട്ടിൽ അത് 30 കോടി മാത്രം, UP-യിൽ അത് 20 കോടി മാത്രം. കേരളത്തിൽ മാത്രമാണ് 100 കോടി. അതിലേറിയ പങ്ക് കൊടുക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അമിതമായി നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒരുപക്ഷെ കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലം മുഴുവൻ. തടസ്സം വന്ന പണി 10 വർഷം നീണ്ടു പോകരുത് എന്ന് പറയുന്ന ഉദ്ദേശം. ഇനി പഴയ ഒരു ചരിത്രം കൂടി പറയാം. കേരളത്തിൽ 7 or 8 കേന്ദ്ര മന്ത്രിമാരുള്ള സമയത്ത്, ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത്, അതിന് മുമ്പുള്ള ഒരു ചരിത്രം കൂടി ചേർത്ത് 39 വർഷം കാത്തു കിടന്ന് തുരുമ്പെടുത്ത് ദ്രവിച്ചുകൊണ്ടിരുന്ന കൊല്ലം ബൈപ്പാസ് തീർത്തത് നരേന്ദ്രമോദിയാണ്. 41 വർഷം പഴക്കമുള്ള ആലപ്പുഴ ബൈപ്പാസ് തീർത്തതും നരേന്ദ്രമോദിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ടു സാറ്റിസ്ഫൈ അല്ല, ടു കണ്ടെയ്ൻ ദി ഡയർ നീഡ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന സ്ട്രക്ചർ ഇന്ത്യ മുഴുവൻ അന്വേഷിച്ചു നമ്മൾ കാണുകയില്ല. പിന്നെ ഈ റോഡ് പണിഞ്ഞുകൊണ്ടിരുന്നത് കുത്തിടിഞ്ഞ് വീണതിനൊക്കെ പരിഹാരവും കാണുന്നതിന് നിതിൻ ഗഡ്കരി തന്നെ വേണ്ടി വന്നു. നമ്മുടെ ഈ മലപ്പുറം ഭാഗത്ത് എന്താ സ്ഥലത്തിന്റെ പേരെന്താ? ആ പ്രദേശത്ത് ഇടിഞ്ഞു വീണതൊക്കെ ഇന്നെന്താ അവസ്ഥ എന്ന് ആരും പ്രചരിപ്പിക്കുന്നില്ല. അതെങ്ങനെയാണ് റിജുവിനേറ്റ് ചെയ്യുന്നത്, കൂടുതൽ സേഫറായിട്ട് പണിയുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് ചോദ്യം ചോദിച്ചതിന് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന കോൺക്ലേവ് ആണ്. സബ് ടെൻഡർ, സബ് ലെറ്റിംഗ്, അതിനകത്തൊക്കെ സാമ്പത്തിക മായ അഴിമതിയും ക്രമീകരണത്തില് കേടും ഒക്കെ വെളിവാക്കിയാൽ അത് മലിനപ്പെടുത്തുന്നതിന് തുല്യമാണ്, ചെളിവാരി അറിയുന്നതിന് തുല്യമാണ്. അതൊന്നും വിഷയവുമല്ല നമുക്ക് മുമ്പോട്ടെങ്ങനെ. അപ്പൊ ഒരു വർഷം കൂടി ചിലപ്പോൾ അടുത്ത ഡിസംബറിലെങ്കിലും തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 2027 മാർച്ച് ആയാലും അത് തീർന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇനി ഈ പറയുന്ന മണ്ണുത്തി ടു കുന്നംകുളം ആൻഡ് ഫർദർ എങ്ങനെയാണ് നമ്മുടെ ശ്വാസം എത്തിക്കാൻ പോകുന്നത്. വലിയ ഈസ് വരുന്നത് തന്നെയാണ് നിതിൻ ഗഡ്കരിജി മറുപടിയുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഇലക്ഷന് മുമ്പ് ഒരുപാട് ജനസമൂഹം ആവശ്യപ്പെട്ടു. ഈ 56-ൽ ഏതാണ്ട് ഒരു 20-21 കോഫി ടൈംസിലും വന്നത് ഒരു എലിവേറ്റഡ് ക്രോസ് ഹൈവേ ഈ ഗുരുവായൂർ പോകുന്നവർ വന്ന് തൃശ്ശൂർക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞു. ഇനി ഗുരുവായൂർ പോകുന്നവർ എറണാകുളത്തുനിന്ന് വരികയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്ന് പറ്റോടും ആ റോഡ് പൂർത്തീകരിക്കപ്പെട്ടു. അതുപോലെ പാലക്കാട് നിന്ന് വരുന്നവർക്കും അവിടെ നിന്ന് തന്നെ കുന്നംകുളം റോഡിലേക്ക് കയറാനും അല്ലെങ്കിൽ മഞ്ചേരിയിലോ ചേർപ്പുളശ്ശേരിയിലോ വന്ന് കയറുന്നതിനുള്ള സൗകര്യങ്ങൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത പ്രപ്പോസൽ ഈ എലിവേറ്റഡ് റോഡിന്
മാറ്റി വെച്ചുകൊണ്ട് കൊടുത്തത് മണ്ണാർക്കാട് വഴിയുള്ള നിലവിലുള്ള ഒരു ഹൈവേക്കാണ് ഇപ്പോൾ സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് വളവുകൾ ഒരുപാടുള്ളത് മുഴുവൻ നിവർത്തിക്കൊണ്ട് അതിന് പദ്ധതി DPR അംഗീകരിച്ച് അതിന്റെ പണി തുടങ്ങുക. അപ്പോൾ ഒരു കാരണവശാലും പാലക്കാടുള്ളവർ മണ്ണുത്തിയിൽ വന്ന് തൃശ്ശൂർക്കാരെ ശ്വാസം മുട്ടിക്കില്ല. എറണാകുളത്തുള്ളവർ പാരിയേക്കര വഴി വന്ന് ഇനി ബൈപ്പാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും പറഞ്ഞു പോകുന്നു. ഞാൻ ഒരു 20 മിനിറ്റ് ജയറബൽ സാറുമായിട്ട് ചർച്ച ചെയ്തത് അദ്ദേഹം ഇവിടെ 6-7 ടേം നല്ല കാര്യമാണ്. ഇവിടുത്തെ കോർപ്പറേഷന്റെ എനിക്ക് തോന്നുന്നു ഒരു കോർപ്പറേഷൻ മേയറുടെ മേലെ ഇരിക്കുന്ന കസേര വലിച്ചിട്ട് കൊടുക്കപ്പെടേണ്ട ആളാണ് തേറമൽ സാർ. കാരണം ഈ തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ച് അതിന്റെ ന്യൂനതകളെ കുറിച്ചായാലും അതിന്റെ സാധ്യതകളെ കുറിച്ചായാലും വ്യക്തമായിട്ട് നല്ല ലീഡർക്ക് അടുത്തതായി എന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്നത് തേറമൽ സാറിനെ. അദ്ദേഹവുമായിട്ട് 20 മിനിറ്റ് ചർച്ച കഴിഞ്ഞ് വന്നത് ചർച്ച ചെയ്തത് മുഴുവനാണ് KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം. അതിലേക്കൊരു എലിവേറ്റഡ് പാസേജ് ഫ്രം ദി ന്യൂ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കോർപ്പറേഷൻ അങ്ങ് ഇവിടെ ഉന്നയിച്ച വിഷയം അടക്കം ഈ പറഞ്ഞ റോഡിന്റെ കൺസ്ട്രക്ഷൻ ഇതടക്കം ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ പറയും 56 ഒരു 30 ഡിവിഷനെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിക്കൊണ്ട് കോർപ്പറേഷൻ ഏൽപ്പിക്കും. തീർച്ചയായും 7 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ ഒരു 4-5 ഏൽപ്പിക്കും. ഇതിന് തീർച്ചയായും പോംവഴികളെല്ലാം ഉണ്ടായിക്കോളും. ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടായിക്കൊണ്ട് ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അതിനകത്ത് ആ കെമിക്കൽ റിയാക്ഷനിൽ സോൾട്ട് കൃത്യമായിരിക്കണം. അതിലേക്ക് ചേർക്കുന്ന ആൽക്കലി ആയാലും ഇനി ആസിഡ് ആയാലും അതെല്ലാം കൃത്യമായിരിക്കണം. അത് വൈരുദ്ധ്യങ്ങളാണെങ്കിൽ നമുക്ക് നല്ല ഇൻഫ്ലുവൻസും കിട്ടത്തില്ല, നല്ല ഫ്രൂട്ട്ഫുൾ റിസൾട്ടും കിട്ടും.